നമസ്കാരം. നരേന്ദ്രമോദി 2014 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ഭാരതത്തിനുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഒരു രാഷ്ട്രമെന്ന നിലയിൽ എന്ന് ചോദിച്ചാൽ ലോകരാഷ്ട്രങ്ങൾ പറയും വലിയൊരു ശക്തിയായി ഭാരതത്തെ ലോകം അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളത്. ഡെൻമാർക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിയെയും ഭാരതത്തെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു വീക്ഷണകോണ്, ഡൊണാൾഡ് ട്രംപിൻ്റെ ദിവസവും മാറി മാറിയുള്ള പ്രസ്താവനകൾ തൽക്കാലം നമുക്കൊന്ന് മാറ്റിവെക്കാം, അദ്ദേഹത്തിലേക്കും നമുക്ക് വരാം. പക്ഷേ അമേരിക്കയിൽ ഈ ഒരു പ്രതിരോധ വിഭാഗം, അവരുടെ ഒരു നയതന്ത്ര വിഭാഗം, ഈ വിഭാഗങ്ങളെല്ലാം ഭാരതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ദൈനംദിനം നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിൽ വാഷിങ്ടണിൽ 9ാം US ഇന്ത്യൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം ലീഡർഷിപ്പ് സമ്മിറ്റ്, ഒരു എല്ലാ വർഷവും നടക്കുന്ന ഒരു കഴിഞ്ഞ 9 വർഷങ്ങളായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ സംബന്ധിക്കെ അമേരിക്കയുടെ ഇന്ത്യൻ സ്ഥാനപതി സെർജിയോ ഗോർ ചില പ്രസ്താവനകൾ നടത്തി, ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭൂപ്രദേശങ്ങളിലൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പദാനുപത തർജ്ജമ ചെയ്യുകയല്ല, അതിൻ്റെ ഒരു സാരാംശം പറയുക. ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഭാരതത്തിൻ്റെ അയൽക്കാർ വളരെ മോശമായ അയൽക്കാരാണ്. നമ്മുടെ അയൽക്കാർ അത്ര ശരിയല്ല, അത്ര വെടിപ്പല്ല എന്നാണ് സെർജിയോ ഗോറിൻ്റെ അഭിപ്രായം. അവർ വളരെ പ്രകോപനപരമായ രീതിയിൽ പെരുമാറുന്നവരും വളരെ കഠിനമായ ഹൃദയമുള്ളവരുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത്, ഈ അയൽക്കാരുടെ രാഷ്ട്ര നേതാക്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഉറക്കമെഴുന്നേറ്റ് വരുന്നത് മോശം മാനസികാവസ്ഥയിലാണെങ്കിൽ ആ പ്രദേശത്തെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാകും. എന്നിരുന്നാലും ഭാരതം അതിനെയൊക്കെ നേരിട്ട് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറഞ്ഞത്, അമേരിക്ക എപ്പോഴും ഭാരതത്തിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയാണെന്ന്. ഈ തരുണത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന, ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ, കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ഒരു പ്രസ്താവന പ്രസക്തമാണ്. ഭാരതത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് അമേരിക്ക. വൈറ്റ് ഹൗസിൽ നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാരതത്തിന് ആരെങ്കിലും ആക്രമിച്ചാൽ സഹായത്തിനായി അമേരിക്ക എത്തിയിരിക്കും നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തോളം എന്നുള്ള പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഈ അവസരത്തിൽ സെർജിയോ ഗോറിൻ്റെ ഈ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്കയുടെ സഹായം ഭാരതത്തിനുണ്ടാകും എന്ന് തന്നെയല്ല, ഭാരതവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, അത്യന്താധുനിക സാങ്കേതിക വിദ്യ, നിർമ്മിതി ബുദ്ധി, വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിലുള്ള കരാറുകളുടെ ചർച്ചകൾ അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അടുത്ത ഒരു 10-15 വർഷങ്ങളിലേക്ക് ഈ കരാറുകൾ ഭാരതത്തെയും അമേരിക്കയും ഒരുപോലെ സഹായിക്കുകയും ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഈ ഒരു ലോകത്തിൻ്റെ ഒരു സമാധാനത്തിനുള്ള ഒരു അടിത്തറ പാകുന്നതിലും ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, ആകെ പ്രശ്നകലുഷിതമായി മുന്നോട്ട് പോകുന്ന ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ട അടിത്തറ പാകുകയും ചെയ്യുമെന്നുള്ളതാണ് സെർജിയോ ഗോറിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു രത്ന ചുരുക്കം. പറഞ്ഞല്ലോ, പദാനുപത തർജ്ജമയല്ല. ഈ പ്രസംഗം ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളൊരു കാരണം, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഭാരതം എന്ന രാജ്യത്തിനുണ്ടായ മാറ്റങ്ങളുമാണ്. ഭാരതം പൗരാണിക കാലം മുതൽ തന്നെ വിശ്വഗുരു എന്നറിയപ്പെടുന്നതാണ്. ഇപ്പോൾ പലരും പരിഹാസ രീതിയിൽ പറയുന്ന വിശ്വഗുരു എന്നുള്ളത് വിശ്വഗുരു തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമ്മുടെ നാട്ടിലുള്ള ചില ഇടത് ആവാസ വ്യവസ്ഥകൾ, അല്ലെങ്കിൽ അവർ കുഴലൂതുന്ന ജിഹാദികൾ, ഇവരൊന്നും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ, ഇപ്പോഴുള്ള വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ കുടുംബസ്വത്തായ കോൺഗ്രസ്സുകാർ, ഇവരൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഭാരതീയർക്ക് ഭാരത സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ചൊരല്പമെങ്കിലും പഠനം നടത്തിയിട്ടുള്ള അറിവുള്ളവർക്കറിയാം ഭാരതത്തിൻ്റെ സ്ഥാനം എന്തായിരുന്നു ലോക ചരിത്രത്തിൽ എന്നുള്ളത്. ഇന്ന് ആ പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോകുന്ന, അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കിൻ്റെ പാതയിലാണ് ഭാരതം എന്നുള്ളതാണ് ഈ ലോക നേതാക്കളുടെ എല്ലാം പ്രസ്താവന കാണിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്ന് ഉറപ്പാണ്. അതിനുമപ്പുറത്തേക്ക് ഈ സെർജിയോ ഗോറിനെ പോലുള്ളവരുടെ ഇത്തരം അഭിപ്രായങ്ങളുടെ ഒരു പ്രസ്താവനകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ലോകശക്തിയായി ഭാരതത്തിൻ്റെ അയൽക്കാരും അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. 26/11 മുംബൈ ഭീകരാക്രമണ കാലത്ത് ഭാരതം തിരിച്ചടിക്കില്ല എന്നുള്ള 100% ഉറപ്പ് പാകിസ്ഥാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചൈനയ്ക്ക് പോലും ആ ഉറപ്പില്ല.
ഗാൽവാൻ സംഭവത്തിന് ശേഷവും അതിനുശേഷമുള്ള ഭാരതത്തിൻ്റെ പ്രതികരണങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് പാകിസ്ഥാൻ എന്തായാലും അറിയാം, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ അതിൻ്റെ തിരിച്ചടി 10 ഇരട്ടിയായി 100 ഇരട്ടിയായി പാകിസ്ഥാനിൽ നടന്നിരിക്കുമെന്നുള്ള കാര്യം അറിയാം. ചൈനയ്ക്കും ഇപ്പോൾ അതറിയാം. അയൽവാസികൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഭാരതത്തെ. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഭയം, നമ്മെക്കുറിച്ച് ആരിലെങ്കിലും ഒരു ഭയമുണ്ടാകുന്നത് ഒരിക്കലും നല്ലൊരു സാഹചര്യമല്ല. പക്ഷേ അയൽവാസി മോശക്കാരനാണെങ്കിൽ, സെർജിയോ ഗോർ പറഞ്ഞതുപോലൊരു മോശക്കാരനായ അയൽക്കാരനാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മാത്രമല്ല, തീർച്ചയായും ഉണ്ടാവുകയും വേണം. ആ ഭയത്തിൽ നിന്ന് വേണം നമ്മളോടുള്ള ബഹുമാനം ഉണ്ടാകുവാൻ. അങ്ങനെ മാത്രമേ അവരെ നിയന്ത്രണത്തിനുള്ളിൽ നിർത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പ്രതിരോധ തന്ത്രമാണ് ഭാരതം ചൈനയ്ക്ക് നേരെയായാലും പാകിസ്ഥാന് നേരെയായാലും പ്രയോഗിക്കുന്നത്. മറ്റ് ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ, ശ്രീലങ്കയും നേപ്പാളും പോലുള്ള രാഷ്ട്രങ്ങൾ പലപ്പോഴും, മലേഷ്യ പോലും പലപ്പോഴും ഭാരതത്തിന് നേരെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുവാൻ ശ്രമിച്ചിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ ഇന്നെന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ അറിയാം. ഞാനത് പ്രത്യേകം എടുത്തു പറയണമെന്നില്ല. ഇനി ആ വിഷയത്തിലൊരു ചർച്ച വേണമെങ്കിൽ മറ്റൊരു വീഡിയോ അത് വിശദമായി തന്നെ ആ വിഷയങ്ങളും സ്പർശിച്ച് നമുക്ക് ചെയ്യാം. പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വേണമോ വേണ്ടയോ എന്നുള്ള ആ വിഷയത്തിലെ ചർച്ച, അല്ലെങ്കിൽ വിശകലനം വേണമോ എന്നുള്ളത്. ഇനി സെർജിയോ ഗോറിലേക്കും അമേരിക്കയിലേക്കും തിരികെ വന്നാൽ, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഭാരതമാണ് ഏറ്റവും വിശ്വസ്തനായ പങ്കാളി എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാൻ അവർക്ക് ഉപയോഗിക്കുവാനുള്ള, പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ടിഷ്യൂ പേപ്പർ മാത്രമാണ്. ഭാരതം അങ്ങനെയല്ല, ഒരു തുല്യതയുള്ള പങ്കാളിയായി, ഇവിടെ വിശ്വസനീയമായ പങ്കാളി. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിനോട് സഖ്യമോ സൗഹൃദമോ പുലർത്തുന്നവരോട് യാതൊരു ചതിവും കാട്ടാറില്ല. അത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നെഹ്റു സർക്കാരിൻ്റെ കാലം മുതൽ ഇന്നോളം തന്നെ വലിയ ചതികളൊന്നും കാണിച്ചിട്ടില്ല. ആ സ്വഭാവം ഒരല്പം കടന്നുപയോഗിച്ചത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ചൈനയുടെ ഭാഗത്തേക്ക് നെഹ്റു കാണിച്ചൊരു പ്രീതി പോലെ. പക്ഷേ അത്തരത്തിലൊരു മനോഭാവം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ചരിത്രപരമായി തന്നെയുണ്ട്. നമ്മുടെ സഖ്യകക്ഷികളോട് നാം തുല്യതയോടുകൂടിയും ചതിയില്ലാത്ത, കളങ്കമില്ലാത്തൊരു സൗഹൃദ മനോഭാവത്തോടു കൂടിയും പെരുമാറുമെന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അത് അമേരിക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അമേരിക്കയിലെ ഭാരതീയർ, അമേരിക്കയിൽ വാസമുറപ്പിച്ച അവിടുത്തെ പൗരന്മാരായി മാറിയ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന ഒരു വിഭാഗം കൃത്യമായി നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. കാരണം അമേരിക്കൻ ഭരണാധികാരികളെ, അവരുടെ ഉള്ളിലെ ഭാരതത്തെ പ്രതിയുള്ള മനോഭാവം വളരെയധികം മാറിയിരിക്കുന്നു. ഏതാണ്ട് 180 ഡിഗ്രി വ്യത്യസ്തമായിരിക്കുന്നു. പണ്ട് എന്തായിരുന്നോ ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം, അത് ഭാരതം ഈ സ്നേക്ക് ചാമേഴ്സിൻ്റെ, പാമ്പാട്ടികളുടെ നാടാണ് എന്ന് നെഹ്റു ഉണ്ടാക്കിയെടുത്തൊരു അഭിപ്രായമുണ്ട്. അതെല്ലാം മാറി ഭാരതം ഇന്നൊരു ലോകശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, സൈനികമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണശേഷി കൊണ്ട് മാത്രമല്ല, സാമ്പത്തികമായും ഭാരതം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് ലോകം അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് മാത്രമാണ് ഈ സെർജിയോ ഗോറിൻ്റെ ഈ അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.